വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച മരണത്തിലേക്ക് തള്ളിവിടാനാകില്ല എന്ന് കോടതി പറഞ്ഞു. തിരക്ക് ശാസ്ത്രീയമായി ക്രമീകരിച്ചില്ലെങ്കിൽ ദുരന്തമുണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം പ്രസിഡന്റ് മീഡിയ വണ്ണിനോട്. മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കോടതി വിമർശിച്ചു. 6 മാസം മുമ്പെങ്കിലും ക്രമീകരണങ്ങൾ തുടങ്ങണമായിരുന്നു. എത്ര പേരെ സന്നിധാനത്ത് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ച ദേവസ്വം ബെഞ്ച് ഭക്തരെ തിക്കിത്തിരക്കി മല കയറ്റിയിട്ട് എന്തു കാര്യമെന്നും വിമർശിച്ചു. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സെക്ടറുകൾ തിരിച്ച് ഭക്തരെ നിയന്ത്രിക്കണം. ഓരോ സെക്ടറിലും എത്ര പേർക്ക് നിൽക്കാനാകുമെന്നതിൽ വ്യക്തത വേണം. തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ദുരന്തമുണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ നടപ്പാക്കുന്നതിലെ ചില വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോടതിയുടെ വിമർശനം അത് വളരെ അർത്ഥത്തിൽ അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നു. ഇത്രയും ആളുകള് അവിടെ വരാൻ പാടില്ലായിരുന്നു. പല തീരുമാനങ്ങളും അവരെടുത്തെങ്കിൽ പോലും അത് പൂർത്തിയായില്ല. ചില നിയോഗിച്ച ആളുകൾ വന്നില്ല, ചില സാധനങ്ങൾ വന്നില്ല, ചില ഒരുക്കങ്ങൾ പൂർത്തിയായില്ല. അവിടെയൊക്കെയാണ് ഈ പാളിച്ച വന്നിരിക്കുന്നത്. പിന്നെ NDRFനെ വിളിച്ചതിനൊക്കെ താമസിച്ചു എന്നുള്ളതാണ്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും കോടതി വിശദീകരണം തേടി. ഹർജി മറ്റന്നാൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.